ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന് ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള. അടിയന്തരാവസ്ഥ നടപ്പിലാക്കി ഇന്ദിരാഗാന്ധി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആർഎസ്എസ് നേതാവിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. दूसरा है, ऐसे करने वाले लोगों के आज संविधान को प्रति लेकर घूम रहे हैं, तो उनको बताना पड़ेगा भाई आज तक आपने इसके बारे में हिंदुस्तान के लोगों के सामने क्षमा नहीं मांगी, माफी नहीं मांगी है, मांगना पड़ेगा उनको. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനാചരണ ചടങ്ങിനിടെയാണ് ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുടെ പ്രസ്താവന. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസ് മാപ്പ് പറയണം. മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ ഭരണഘടനയിൽ തിരുകിക്കയറ്റിയതാണെന്നും ഈ വാക്കുകൾ തുടരണമോ എന്ന് ചിന്തിക്കണമെന്നുമായിരുന്നു പരാമർശം. രാജ്യത്തിനുവേണ്ടി കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ദത്താത്രേയ പറഞ്ഞു. ദത്താത്രേയ ഹൊസബല്ലയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. ആർഎസ്എസ് ഒരിക്കലും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്നും മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ല അത് തയ്യാറാക്കിയതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആർഎസ്എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ പരാമർശം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആർഎസ്എസ് ആവശ്യം മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദത്താത്രേയ ഹൊസബളയുടെ ആഹ്വാനം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പെന്ന് ഹൈക്കോടതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് DK സിംഗിന്റെ വിമർശനം. നിയമനത്തിന് ലക്ഷങ്ങളാണ് മാനേജർമാർ വാങ്ങുന്നത്. സർക്കാർ അഴിമതിക്ക് അവസരമൊരുക്കുകയാണോ എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി ചോദിച്ചു. സർക്കാർ ഗവർണർ തർക്കം രൂക്ഷമാകുന്നതിനിടെ കേരള സർവകലാശാലയ്ക്കെതിരെ രാജ്ഭവന്റെ പുതിയ നീക്കം. ഗവർണർ പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്തിയത് എന്തിനെന്ന് വിശദീകരിക്കാൻ വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടു. സെനറ്റ് ഹാളിലെ പരിപാടിയിൽ സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ സിൻഡിക്കേറ്റും രജിസ്ട്രാറും ബോധപൂർവ്വം ശ്രമിച്ചു എന്ന വിലയിരുത്തലാണ് രാജ്ഭവൻ. ഗവർണർ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി നിർത്തിവെക്കാൻ എന്തിനാവശ്യപ്പെട്ടെന്നാണ് ചോദ്യം. സർവകലാശാല രജിസ്ട്രാർ നേരിട്ട് സെനറ്റ് ഹാളിലെത്തിയാണ് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിലും ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിലും കടുത്ത അതൃപ്തിയാണ് ഗവർണർക്ക്. സർവകലാശാലയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരിപാടി നടത്തിയതിനാണ് സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ സർവകലാശാല നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. മതപരമായ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ല എന്ന നിബന്ധനയോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയത്. ഇത് ലംഘിച്ചുകൊണ്ടുള്ള സംഘാടകരുടെ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രജിസ്ട്രാർ നേരിട്ടെത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു. അത് ലംഘിച്ച് അനധികൃതമായി ഹാൾ ഉപയോഗിച്ചതിനാലാണ് രജിസ്ട്രാർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സർവകലാശാലയുടെ മതനിരപേക്ഷ നിലപാടാണ് സംഘാടകർ ലംഘിച്ചതെന്നും സർവകലാശാല. ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാല